ഓൾടെക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡ്രില്ല്. ഡോങ്ചെങ് എന്നാണ് ഈ ഒരു ഡ്രില്ലിൻ്റെ കമ്പനിയുടെ പേര്. ഇതൊരു മിനി ഡ്രില്ലാണ്. ഒരു 6.5 mm ചക്ക് വരുന്ന ഒരു ഡ്രില്ലാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എത്ര ചക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് എത്ര വരെയുള്ള ബിറ്റാണ് ഇതിലിടാൻ കഴിയുന്നത്, ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഇതിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ RPM എത്രയാണെന്നുണ്ട്, വാട്ട്സ് എത്രയാണെന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ട്. ഇതിൻ്റെ വിലയോ കാര്യങ്ങളോ ഇതിന് മുകളിലില്ല. ഇതിപ്പോൾ ഓൺലൈനല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. 1600 രൂപയാണ് ഇതിന് വിലയായിട്ട് ഞാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്ന സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്കും വാങ്ങാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡ്രില്ലാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് കോഡ്ലെസ് അല്ല, വയറുള്ള, അതായത് കോഡ് വയറുള്ള ഒരു ഡ്രില്ലാണിത്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൻ്റെ ആണെന്നറിയില്ല, ഒരു കാൽ കവറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡും. ഓക്കെ, ഇതിനകത്ത് 6 മാസത്തെ വാറണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് 6 മാസം വാറണ്ടി കിട്ടി. ഓൺലൈനിൽ വാങ്ങുമ്പോൾ ചില സമയത്ത് വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കമ്പനി വാറണ്ടിയാണ്, ഷോപ്പുകാർ തരുന്ന വാറണ്ടി അല്ല. വാറണ്ടി കാർഡ് ഡോങ്ചെങ് പവർ ടൂൾസ് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് മാറ്റി വെക്കാം. അടുത്തത് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് കാർബൺ ബ്രഷ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ മെഷീൻ്റെ തന്നെ കാർബൺ ബ്രഷാണ്, 2 എണ്ണം ഉണ്ട്. അതായത് ഒരു സെറ്റ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ കാര്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമില്ല. സാധാരണ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാം. ഫ്രണ്ടും റിവേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ഡീറ്റെയിൽസാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. കാർബൺ ബ്രഷ് ചേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, മെഷീൻ്റെ മുഴുവൻ പാർട്ടും, ഓരോ സാധനങ്ങളും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ബുക്കിനകത്തുള്ളത്. നമുക്ക് നമ്മളുടെ മെയിൻ യൂണിറ്റായ ഡ്രില്ലിംഗ് മെഷീൻ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഡ്രില്ല്. ഡോങ്ചെങ് എന്ന് ഇവിടെ നമുക്ക് ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നമ്മൾക്ക് ഇവിടെയായിട്ട് ഒരു ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു സാധനമുണ്ട്. നമ്മൾക്ക് എത്ര ആഴത്തിൽ, എത്ര ഡീപ്പായിട്ട് നമ്മൾക്ക് ഹോൾ ഇടണോ ആ ഡീപ്പിൽ നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്യാം. അതായത് ഇത്ര നീളമാണ് ഡ്രിൽ ബിറ്റ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഹോള് ആവത്തുള്ളൂ. അത്ര ഹോൾ ആകുമ്പോഴത്തേക്കും ഇത് ചുമരിൽ തട്ടി, അല്ലെങ്കിൽ നമ്മൾ ഇതിലാണ് ഹോൾ എടുക്കുന്നത് അതിൽ തട്ടി നിൽക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് നൽകിയിട്ടുള്ളത്. നമ്മൾക്ക് എത്ര ആഴത്തിൽ ഹോൾ എടുക്കണോ അത്ര ആഴത്തിൽ എടുക്കാം. ഇതിവിടെ വെച്ച് ഇത്തരത്തിൽ ടൈറ്റ് ചെയ്താൽ മതി, ഇതിവിടെ ലോക്ക് ആയിക്കോളും. ഓക്കെ, നമ്മൾക്ക് ഇത് വെച്ച് അത്തരത്തിൽ ഹോൾ എടുക്കാം. അതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഇത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചക്ക്. 6.5 mm ആണ് ഇതിൻ്റെ ചക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കീലെസ് അല്ല, കീയുള്ള ഒരു ചക്കാണ്. ഓക്കെ, ഇതിൻ്റെ കീ ഇതിൻ്റെ പിറകിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കീ. പിന്നെ ഇതാണ് മുന്നോട്ടേക്കും പിറകിലോട്ടേക്കും ഇതിനെ തിരിയുന്ന ഒരു സ്വിച്ചാണിത്. ഇങ്ങോട്ട് വെച്ചാൽ ഇത് മുന്നോട്ടേക്ക് പോകും, ഇതാണെങ്കിൽ പിറകോട്ട് വരും. അതായത് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ അതും കൂടി ഇതിൽ തരുന്നുണ്ട്. സ്പീഡ് കൺട്രോൾ ഉണ്ട്. നമ്മൾ പതുക്കെ ഞെക്കിയാൽ പതുക്കെ കറങ്ങും, ഒരുപാട് അമർത്തിയാൽ സ്പീഡിൽ കറങ്ങും. അത്തരത്തിൽ ഒരു ഇതും കൂടി ഓപ്ഷൻ കൂടി ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ബിറ്റിട്ടിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ പ്രധാനമായും പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡ് വയർ, അതായത് ഇതിൻ്റെ വയർ ഏകദേശം 3 മീറ്റർ നീളമുണ്ട്. ഇതിൻ്റെ വയറിന് സാധാരണ മെഷീന് 2 മീറ്ററോ 1.5 മീറ്ററോ മാത്രമേ നീളമുണ്ടാകാറുള്ളൂ. ഈ ഒരു മെഷീന് കമ്പനി 3 മീറ്റർ നീളമുള്ള ഒരു വയറാണ് നൽകിയിട്ടുള്ളത്. അതൊരു നല്ല കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലഗ് ഇൻ ചെയ്തു. ഇപ്പോൾ പിറകോട്ടാണ് കറങ്ങുന്നത്, മുന്നോട്ടേക്കാണ് കറങ്ങുന്നത്. പതുക്കെ അമർത്തിയാൽ പതുക്കെ കറങ്ങും. ഓക്കെ, നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്യുന്നതോ അത്രത്തോളം നല്ലോണം കറങ്ങും.
ഓക്കെ, നല്ല സൗണ്ടൊക്കെ കുറവാണ്, നല്ലൊരു മെഷീനാണ്. നമുക്കിനി ഇതിനകത്ത് ബിറ്റ് ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു ബിറ്റാണ് ഉപയോഗിക്കുന്നത്. വളരെ നേരിയ ഒരു ബിറ്റാണ്. അതുമാത്രമല്ല ഇതിനകത്ത് മെറ്റലും വുഡും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തുറക്കാം. ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. ചെറിയ മെഷീനാണ്, കോൺക്രീറ്റ് ഒന്നും തുറക്കേണ്ടത്ര ശേഷി ഇതിനില്ല. നമുക്ക് പക്ഷേ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാം. സ്ക്രൂ ടൈറ്റ് ചെയ്യാനും മറ്റും നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിതിന് ബിറ്റ് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ബിറ്റ് നമ്മൾ ടൈറ്റ് ചെയ്തു. ശേഷം നമ്മൾ കീ വെച്ചിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്ഥലം വുഡാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ഹോളാവുന്നുണ്ട്. നമുക്ക് അടുത്തത് മറ്റൊരു സാധനം തുറന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തുരയുന്നുണ്ട്. വേറെ എന്താ പറയുക, ഓവർലോഡ് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇത് ഹോളാവുന്നുണ്ട്. ഇത് ഒരു മെറ്റലാണ്, ഇത്ര കട്ടിയുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുരയുമോ എന്നറിയില്ല, കാരണം ഇത് ഉരുക്കാണ്, പച്ചിരുമ്പല്ല. നമ്മളുടെ ബിറ്റ് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോ ചാൻസ്, ഒരു ചെറിയ കല മാത്രമാണ് വന്നത്. ഇത് തുറക്കാൻ സാധിക്കുന്നില്ല. നമ്മളുടെ ബിറ്റ് ഒരു പക്ഷേ തഴഞ്ഞ് തീരുവാനും സാധ്യതയുണ്ട്. ബിറ്റ് ചൂടായിട്ടുണ്ടാകും, കൈകൊണ്ട് തൊടരുത്. ഓക്കെ, ബിറ്റൊന്നും ആയിട്ടില്ല. നമുക്ക് കട്ടി കുറഞ്ഞ ഒരു ഇരുമ്പ് തുറന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതൊരു സ്റ്റീലാണ്. നമുക്ക് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഹോളാവുമോ ഇല്ലയോ എന്ന്. ഓക്കെ, ഹോളായിട്ടുണ്ട്, കാണുന്നില്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ ഹോളായിട്ടുണ്ട്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ എന്തായാലും ഹോളായിട്ടുണ്ട്. അത് നമുക്ക് ഒരു PVC പൈപ്പിലൊരു ഹോൾട്ട് നോക്കാം. ഇതൊരു PVC പൈപ്പിൻ്റെ പീസാണ്. ഇത് നമുക്കൊരു ഹോൾഡ് ഇടാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ ഹോൾഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിതൊരു സ്ക്രൂ ഡ്രൈവറായിട്ട് ട്രൈ ചെയ്യാൻ നമുക്കിതിന് ഒരു ബിറ്റ് ആവശ്യമുണ്ട്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കേണ്ട ബിറ്റ് ഇവിടുത്തെ ഫ്ലാറ്റാണ്, ഇത് സ്റ്റാറാണ്. ഞാനിപ്പോൾ സ്റ്റാറാണ് ട്രൈ ചെയ്യുന്നത്. ഫ്ലാറ്റ് ആകുമ്പോൾ സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റാർ ട്രൈ ചെയ്യാം. ചെറിയ സ്ക്രൂ ആണ്, അധികം നീളമുള്ള സ്ക്രൂ കയ്യിലില്ല. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, ടൈറ്റ് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ്, അതുകൊണ്ട് ഇതിൽ ശരിക്കും കുടുങ്ങി നിൽക്കില്ല. താഴെ വീണു. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ ആയതുകൊണ്ടാണ്. നമ്മൾ GI സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ബിറ്റിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ അത് അവിടെ പിടിച്ച് നിൽക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിൽ ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. അവിടെ നിൽക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ഈ മെഷീൻ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് കയറിപ്പോയി. നമുക്ക് ഊരിയെടുക്കാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഊരി വരുന്നുണ്ട്. അതിൽ നമ്മൾക്ക് ടൈറ്റ് ചെയ്യുന്നത് സ്ലോലി വേണമെങ്കിൽ സ്ലോലി ചെയ്യാം, സ്പീഡിൽ വേണമെങ്കിൽ സ്പീഡിലും ചെയ്യാം. ഓക്കെ, നമ്മൾക്കിത് ഫിറ്റ് ചെയ്യാനും തിരിച്ച് ഊരിയെടുക്കാനും ഈ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി വേറെ ഏതെങ്കിലും ഒന്നിനകത്ത് സ്ക്രൂ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഇതെടുക്കുകയാണ്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് സ്ക്രൂ ചെയ്യാം. ഈ സ്ക്രൂ നല്ല ചൂടായിട്ടുണ്ട്, ടൈറ്റായിട്ട് കെയർ ചെയ്തതിൻ്റെ ചൂടാണ്. ഓക്കെ, നമുക്കിത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്ക്രൂ മുഴുവനായിട്ടും കയറിപ്പോയി. നമുക്ക് ഇത് ഊരിയെടുക്കാം.
കണ്ടില്ലേ, സിമ്പിളായിട്ട് ഊരി വന്നു. ടൈറ്റ് ചെയ്യാം. സ്ലോലി ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലോലി ചെയ്യാം, സ്പീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ അധികം പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് സ്ലിപ്പാവുന്നത്. നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കയറിപ്പോവും. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള മെഷീനാണ്. നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് സ്ക്രൂ ചെയ്യാനോ വുഡ് തുറക്കാനോ ഇനി അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എല്ലാം തന്നെ ഈ ഒരു മെഷീനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഈ ഒരു മെഷീൻ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമ്മൾക്ക് പോക്കറ്റിൽ ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരിതാണ്. നമ്മളെന്തെങ്കിലും കോണിപ്പടീൻ്റെ മുകളിലൊക്കെ നിന്ന് എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷീൻ നമ്മളുടെ പാൻറ്റിലോ അല്ലെങ്കിൽ ബെൽറ്റിലോ നമുക്കിത് ഹുക്ക് ചെയ്ത് വെക്കാൻ കഴിയും. ഇത്തരത്തിൽ ഇങ്ങനെ കൊളുത്തി വെക്കാൻ സാധിക്കും. നമ്മളുടെ പാൻറ്റിൻ്റെ ബെൽറ്റിലോ ഹുക്കിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൊളുത്തി വെക്കാം. അതിനു വേണ്ടിയാണ് ഈ ഒരു ലോക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെഷീൻ്റെ അകത്ത് എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരെണ്ണം വാങ്ങാം. ഓൺലൈനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നല്ലൊരു മെഷീൻ്റെ ലിങ്ക് നോക്കിയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ്.